2027 നടക്കാൻ പോകുന്ന സെൻസസിൽ ജാതി വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്താമെന്ന കോളം ചേർത്തുകൊണ്ട് ഒരു വലിയ വിപ്ലവത്തിന്റെ വിത്ത് പാകിയെന്ന മട്ടിലാണ് മോദി സർക്കാർ നിൽക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ലല്ലോ നടേശ. ജാതി നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന ആ വർഗീയ വിഷത്തെ വീണ്ടും ഈ മണ്ണിലേക്ക് പറിച്ചു നടാനുള്ള മനഃപൂർവ്വമുള്ള BJPയുടെ കുടില തന്ത്രമാണ് സെൻസസിൽ ജാതി വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന നിലപാട്. ഒരു രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, അവരുടെ താമസം, വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തിക നിലവാരം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ ഔദ്യോഗികമായി ശേഖരിക്കുന്ന പ്രക്രിയയാണ് പൊതുവായ സെൻസസ്. ഇന്ത്യയിൽ എല്ലാ 10 വർഷം കൂടുമ്പോഴുമാണ് ഇത് നടക്കാറുള്ളത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്നുവരെ നടന്നിട്ടുള്ള സെൻസസുകളിൽ എല്ലാം തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ, അതായത് SC/ST വിഭാഗങ്ങളുടെ കണക്കുകൾ മാത്രമാണ് പ്രത്യേകമായി ശേഖരിച്ചിട്ടുള്ളത്. എന്നാൽ ജാതി സെൻസസ് എന്ന് പറയുമ്പോൾ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളുടെയും ജാതിയും ഉപജാതിയും പ്രത്യേകം ചോദിച്ചറിഞ്ഞ് രേഖപ്പെടുത്തുന്ന രീതിയാണിത്. ഒടുവിലായി ഇന്ത്യയിലുടനീളം ഒരു സമ്പൂർണ്ണ ജാതി സെൻസസ് നടന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത്, അതായത് 1931 അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ ഇന്നുവരെ ഒരു കേന്ദ്ര സർക്കാരും രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തിയിട്ടില്ല. കാരണം അത് സമൂഹത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുമെന്ന് അന്നത്തെ ഭരണാധികാരികൾക്ക് ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായി ചില സംസ്ഥാനങ്ങൾ സ്വന്തം നിലയ്ക്ക് ജാതി സർവേകൾ നടത്തുകയുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബീഹാറാണ്. ബീഹാർ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അവിടുത്തെ ജനസംഖ്യയുടെ 63% ആളുകൾ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽ, അതായത് OBC, EBC വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. പട്ടികജാതിക്കാർ 19%, പട്ടികവർഗക്കാർ 1.68%, മുന്നാക്ക ജാതിക്കാർ ഏകദേശം 15%. ബീഹാറിന് പിന്നാലെ ആന്ധ്രാപ്രദേശും തങ്ങളുടെ ജാതി സർവേ വിവരങ്ങൾ പുറത്തുവിടുകയുണ്ടായി. കർണാടകയും വർഷങ്ങൾക്ക് മുൻപ് സമാനമായ ഒരു സാമൂഹിക സാമ്പത്തിക സർവേ നടത്തിയെങ്കിലും അതിന്റെ കൃത്യമായ റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രാജസ്ഥാൻ പോലുള്ള മറ്റ് ചില സംസ്ഥാനങ്ങളും ഇതിനായുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം ജാതി സെൻസസ് കൊണ്ടുവന്നവർ വാദിക്കുന്നത് ഇത് പിന്നാക്കക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാനാണെന്നാണ്. എന്നാൽ ഇതിന്റെ മറുവശം പരിശോധിക്കുമ്പോഴാണ് രാഷ്ട്രീയമായ വലിയൊരു ചതിക്കുഴി നമുക്ക് കാണാൻ സാധിക്കുന്നത്. OBC കോളങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ജാതി സെൻസസിലൂടെ കേന്ദ്ര സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന ചോദ്യം അലയടിക്കുകയാണ്. അതിന് OBC വിഭാഗത്തെ കുറിച്ച് ആദ്യം പരിശോധിക്കാം. പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വർഗത്തിൽ ഉൾപ്പെടാത്തവരും പാർശ്വവൽക്കരിക്കപ്പെട്ടതുമായ സമുദായങ്ങളെയും ജാതികളെയും സൂചിപ്പിക്കുന്നതാണ് OBC എന്ന പ്രയോഗം. കാക്ക കലേൽക്കറുടെ നേതൃത്വത്തിലുള്ള പാനലിന്റേതായിരുന്നു ഇന്ത്യയിലെ ആദ്യ OBC കമ്മീഷൻ. 1953 ജനുവരി 29 ജവഹർലാൽ നെഹ്റുവിന്റെ സർക്കാർ രൂപീകരിച്ച കമ്മീഷൻ 1955 മാർച്ച് 30 ആദ്യ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഹിന്ദു സമൂഹത്തിന്റെ പരമ്പരാഗത ജാതി ശ്രേണിയിൽ താഴ്ന്ന സാമൂഹിക സ്ഥാനം, ജാതി അഥവാ സമുദായത്തിലെ പ്രധാന വിഭാഗങ്ങൾക്കിടയിൽ പൊതുവിദ്യാഭ്യാസ പുരോഗതിയുടെ അഭാവം, സർക്കാർ സർവീസിൽ അപര്യാപ്തമായ പ്രാതിനിധ്യം, വ്യാപാരം, വാണിജ്യം, വ്യവസായം എന്നിവയിൽ അപര്യാപ്തമായ പ്രാതിനിധ്യം എന്നീ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കമ്മീഷൻ അടയാളപ്പെടുത്തിയത്. ആദ്യത്തെ OBC കമ്മീഷൻ രാജ്യത്തെ 2399 പിന്നാക്ക ജാതികളുടെയും സമുദായങ്ങളുടെയും പട്ടിക തയ്യാറാക്കിയിരുന്നു. അതിൽ 837 പേരെ ഏറ്റവും പിന്നാക്കം എന്ന് തരംതിരിച്ചു. 1961 സെൻസസ് പ്രകാരം ജാതികളുടെ എണ്ണവും വിവിധ തലത്തിലുള്ള സർക്കാർ ജോലികളിൽ 25 മുതൽ 40% സംവരണം നൽകാനും സാങ്കേതിക പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് 70% സംവരണം നൽകാനും അന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തു. മൊറാർജി ദേശായിയുടെ ജനതാ സർക്കാർ 1979 നിയമിച്ച BP മണ്ഡൽ കമ്മീഷനായിരുന്നു ഇന്ത്യയിലെ രണ്ടാമത്തെ OBC കമ്മീഷൻ. എന്നാൽ ഇത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പ്രഖ്യാപനം വരുന്നത് 1990 VP സിംഗ് സർക്കാരിന്റെ കാലത്താണ്. മണ്ഡൽ കമ്മീഷൻ 3743 ജാതികളെയും സമുദായങ്ങളെയുമാണ് OBCകളായി കണ്ടെത്തിയത്. ജനസംഖ്യ അനുപാതം 52% കണക്കാക്കിയിരുന്നു. സർക്കാർ ജോലികളിലും സർക്കാർ നടത്തുന്ന എല്ലാ ശാസ്ത്ര സാങ്കേതിക പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലും പ്രവേശനത്തിലും 27% സംവരണവും കമ്മീഷൻ ശുപാർശ ചെയ്തു. അംഗങ്ങളിൽ ഒരാളായ LR നായിക്
OBC-കളെ ഇന്റർമീഡിയറ്റ് പിന്നാക്ക വിഭാഗങ്ങളായും അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങളായും വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും 27% OBC കോട്ടയിൽ ഉപവിഭാഗങ്ങളൊന്നും കമ്മീഷൻ അംഗീകരിച്ചില്ല. 1991 സെപ്റ്റംബർ 25 പുറപ്പെടുവിച്ച മണ്ഡൽ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള കേന്ദ്രത്തിന്റെ ഔദ്യോഗിക മെമ്മറാൻഡം പറയുന്നതനുസരിച്ച് SEBC-കൾക്കായി സംവരണം ചെയ്തിട്ടുള്ള 27% SEBC-കളെ ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെയും ഉൾപ്പെടുത്തണമെന്നാണ്. എന്നിരുന്നാലും സുപ്രീം കോടതി വിധിക്ക് ശേഷം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സമ്പന്നരായ സ്ഥാനാർത്ഥികളുടെ ക്രീമി ലെയർ ഒഴിവാക്കിയ ശേഷം മുഴുവൻ OBC ജനങ്ങളെയും ഒരു ബ്ലോക്കായി കണക്കാക്കുന്ന കോട്ട കേന്ദ്ര സർക്കാർ എല്ലായ്പ്പോഴും നടപ്പിലാക്കിയിട്ടുണ്ട്. OBC ചരിത്രം ഇങ്ങനെയാണെങ്കിലും എന്തുകൊണ്ട് OBC-ക്കാരെ തഴയുന്നുവെന്നതിന്റെ ഉത്തരം അതിന് ഉപവിഭാഗങ്ങൾ ഉണ്ടെന്നതാണ്. ഈ OBC കാറ്റഗറിയിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടുന്നു എന്നതാണ് BJP-യെ ചൊടിപ്പിക്കുന്ന ഘടകം. മാത്രമല്ല, ഡിജിറ്റൽ ഫോമുകളിൽ ജാതി തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രത്യേക ലിസ്റ്റോ ഡ്രോപ്പ് ഡൗൺ മെനുവോ നൽകുന്നതിന് പകരം ചോദ്യങ്ങൾ ഓപ്പൺ എൻഡായി വിട്ടിരിക്കുകയാണ്. അതായത് ആളുകൾക്ക് തങ്ങളുടെ ജാതിയോ ഉപജാതിയോ പ്രാദേശികമായ പേരോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇന്ത്യയിൽ ഒരേ ജാതിക്ക് തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പേരുകളും അക്ഷരവിന്യാസങ്ങളും ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കോടിക്കണക്കിന് വ്യത്യസ്ത ഉപജാതി പേരുകളുള്ള ഒരു വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ സങ്കീർണതയിലൂടെ ജാതി സെൻസസിന്റെ ഡാറ്റ തന്നെ പൂർണ്ണമായും അട്ടിമറിക്കാനും OBC വിഭാഗങ്ങളുടെ കൃത്യമായ കണക്കുകൾ പുറത്തു വരാതിരിക്കാനുമാണ് BJP പദ്ധതിയിടുന്നത്. ജാതിയുടെ പേരു പറഞ്ഞ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആക്രമണം അഴിച്ചുവിട്ടിട്ടുള്ളവരാണ് BJP എന്നത് നമ്മൾ മറക്കരുത്. ഉത്തർപ്രദേശിലെ ഹാദ്രസിൽ ക്രൂരമായി പീഡിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ദളിത് പെൺകുട്ടിയുടെ മൃതദേഹം അർദ്ധരാത്രിയിൽ ബന്ധുക്കളുടെ അനുമതിയില്ലാതെ പോലീസ് കത്തിച്ചു കളഞ്ഞ സംഭവം രാജ്യം മറന്നിട്ടില്ല. മണിപ്പൂർ കലാപം ഇന്നും എരിഞ്ഞടങ്ങിയിട്ടില്ല. മധ്യപ്രദേശിൽ ദളിത് യുവാവിന്റെ മുഖത്ത് BJP നേതാവ് മൂത്രമൊഴിച്ച ദാരുണമായ സംഭവം ഇവിടുത്തെ ജാതി കോമരങ്ങളുടെ ക്രൂരതയ്ക്ക് തെളിവാണ്. ഗുജറാത്തിലെ ഉനായിൽ ചത്ത പശുവിന്റെ തൊലി ഉരിഞ്ഞു എന്നാരോപിച്ച് ദളിത് യുവാക്കളെ പരസ്യമായി കെട്ടിയിട്ട് മർദ്ദിച്ചതും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പശു സംരക്ഷണത്തിന്റെ പേരിൽ ദളിതരെയും മുസ്ലിങ്ങളെയും ആൾക്കൂട്ടം തല്ലിക്കൊന്ന സംഭവങ്ങളും BJP ഭരണത്തിന്റെ കറുത്ത അധ്യായങ്ങളാണ്. ഇവയെല്ലാം കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് അധികാരത്തിന്റെ തണലിൽ ജാതീയമായ അടിച്ചമർത്തലുകൾ തുടരുന്നതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ഇതിന് പിന്നിലുള്ള വലിയ അപകടങ്ങളെയും ദോഷവശങ്ങളെയും കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇതിലേറ്റവും പ്രധാന പ്രശ്നം ഇത് നമ്മുടെ സമൂഹത്തിൽ ജാതിബോധം വീണ്ടും ശക്തമാക്കുമെന്നതാണ്. നമ്മൾ ജാതിക്കതീതമായി ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഈ കാലത്ത് സർക്കാർ തന്നെ വീട് വീടാന്തരം കയറി ജാതി ചോദിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ആ വേർതിരിവ് കൂടുകയേ ഉള്ളൂ. ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയൊരു ആയുധമായി മാറും. വികസനത്തെക്കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ചർച്ച ചെയ്യുന്നതിന് പകരം ഏത് ജാതിക്ക് എത്ര വോട്ടുണ്ട് എന്ന് നോക്കി രാഷ്ട്രീയം കളിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇവിടെ കൂടുതൽ ശക്തമാകും. രണ്ടാമതായി, ഇത് നമ്മുടെ നാടിന്റെ ഐക്യത്തെ ബാധിക്കും. ഞങ്ങൾ വേറെ നിങ്ങൾ വേറെ എന്നൊരു ചിന്ത ആളുകളിൽ ഉണ്ടാക്കാൻ ഇത് കാരണമാകും. കണക്കുകൾ പുറത്തു വരുമ്പോൾ ജനസംഖ്യ കൂടുതലുള്ള വിഭാഗങ്ങൾ കൂടുതൽ സംവരണം വേണമെന്ന ആവശ്യവുമായി സമരത്തിലേക്ക് നീങ്ങാം. ഇത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കും നിയമയുദ്ധങ്ങളിലേക്കും വഴി തുറക്കും. പ്രായോഗികമായി നോക്കിയാൽ ഇന്ത്യയിൽ ആയിരക്കണക്കിന് ഉപജാതികളുണ്ട്. ഇവയൊക്കെ കൃത്യമായി ലിസ്റ്റ് ചെയ്യുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കേവലം ജാതി മാത്രം നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സഹായം അർഹിക്കുന്ന പലരും പുറത്താകും. ജാതി സെൻസസ് വരുമ്പോൾ ഇങ്ങനെയുള്ള പാവപ്പെട്ടവർ പൂർണ്ണമായും അവഗണിക്കപ്പെടാം. ദാരിദ്ര്യം മാറാൻ ജാതിയല്ല, മറിച്ച് സാമ്പത്തികാവസ്ഥയാണ് മാനദണ്ഡമാക്കേണ്ടത്. ചുരുക്കത്തിൽ നല്ല ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലും സമൂഹത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന വിള്ളലുകളും ദോഷങ്ങളും വളരെ വലുതാണ്. ജാതി ഇല്ലാത്തൊരു നല്ല നാളേക്ക് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലാതെ ജാതി ചിന്തകൾ ഉറപ്പിച്ചു നിർത്താനല്ല.